അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യപ്രവാചകരെ കുറിച്ച് വിശേഷിപ്പിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പ്രവാചകരെ, താങ്കളെ ഈ ലോകത്തിന് മാതൃകയായിട്ടല്ലാതെ, കാരുണ്യത്തിന്റെ തിരുദൂതനായിട്ടല്ലാതെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയരെ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരുണ്യം എന്നത് വലിയ ഒരു വികാരം തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കാരുണ്യത്തെ നാം 100 ഓഹരിയായി വിഭജിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ളൂ. ഈ ഭൂമിയിലെ മനുഷ്യനും മൃഗങ്ങളും ജിന്നുകളും പരസ്പരം കാരുണ്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും പെരുമാറുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കാരുണ്യത്തിന്റെ ഒരു അംശം മാത്രമാണ് എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്കായി നൽകിയിട്ടുള്ള, നമുക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിവെച്ചിട്ടുള്ള കാരുണ്യം എത്രത്തോളമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരുണ്ട്, അവിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവർക്ക് ജീവശ്വാസം നൽകുന്നത് അല്ലാഹുവാണ്. ഇവർക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ്. ഇവർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ജലം നൽകുന്നത് അല്ലാഹുവാണ്. ഒരുപക്ഷെ അല്ലാഹുവിന് കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ലോകത്തെ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാത്തവരെല്ലാം വിശന്ന് ദാഹിച്ചു വലഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുമായിരുന്നു. പ്രിയരെ, അല്ലാഹുവിന്റെ കാരുണ്യം എത്രത്തോളമാണ്! ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാനായ, കാരുണ്യത്തിന്റെ നിധിയായ അല്ലാഹുവിന്റെ നാമത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരംഭിക്കുന്നു എന്നാണല്ലോ ഖുർആനിലെ ഓരോ അധ്യായങ്ങളും ആരംഭിക്കുമ്പോൾ നാം ഓതി വരാറുള്ളത്. പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് എങ്ങനെയാണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്, നബിയെ, താങ്കൾ ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, താങ്കൾ മറ്റുള്ളവരോട് ഒരു മൃദു സമീപനം കാണിക്കാത്തവനായിരുന്നുവെങ്കിൽ, പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മറ്റുള്ളവരെല്ലാം വിശ്വാസികളും അവിശ്വാസികളും താങ്കളുടെ അടുത്തേക്ക് കടന്നു വരുന്നവരെല്ലാം തന്നെ താങ്കളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം എന്ന ഒരു ഗുണം അത് വളരെ വലുതായിരുന്നു, വളരെ വലുതായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തുടയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവും മറ്റൊരു തുടയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമകനായിട്ടുള്ള സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമ ഇബ്ൻ സയ്യിദും ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ആ 2 കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കാരുണ്യം നൽകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നു പ്രവാചകന്റെ അനുചരന്മാരിൽ ഒരാൾ. പ്രവാചകൻ എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രബോധകൻ തന്റെ മുന്നിലിരിക്കുന്ന 2 കുട്ടികളെ ചുംബിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്. പ്രവാചകൻ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്നേ വരെ എന്റെ മക്കളിൽ ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല എന്നാ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. പ്രവാചകർ പറഞ്ഞു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചില്ല എങ്കിൽ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം പ്രകടിപ്പിച്ചില്ല എങ്കിൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം നൽകുകയില്ല എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ തപ്പന മരത്തിലേക്ക് കല്ലെറിയുന്ന കുട്ടിയോട്, മകനെ നീ ഈ തപ്പനത്തിലേക്ക് കല്ലെറിയരുത്, ഈ തപ്പന മരം ഒരു അചേതന വസ്തുവാണെങ്കിൽ പോലും ഈ തപ്പന മരത്തിലേക്ക് കല്ലെറിയുമ്പോൾ ആ മരത്തിന് വേദനിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അചേതന വസ്തുക്കളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വലിയ മാതൃകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ താങ്കൾ ഉത്തമമായ ഒരു സംസ്കാരത്തിന്റെ, ഒരു സ്വഭാവത്തിന്റെ ഉടമ തന്നെയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അനുചരന്മാരുടെ ഒരാളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണുകയാണ്. ആ ഒട്ടകം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ആ ഒട്ടകത്തിന്റെ കണ്ണുകളിലൂടെ കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മാത്രയിൽ ആ ഒട്ടകം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. പ്രവാചകനോട് എന്തോ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെവിടെ, ഈ ഒട്ടകത്തിന്റെ യജമാനൻ എവിടെ എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് അല്ലാഹുവിന്റെ റസൂലെ എന്ന് വളരെ വിനയാന്വിതനായ സ്നേഹത്തോടുകൂടി ആ ഒട്ടകത്തിന്റെ ഉടമ കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രിയ അനുജര, ഈ ഒട്ടകത്തിന്റെ കാരുണ്യത്തിൽ നീ അല്ലാഹുവിനെ ഭയക്കണേ, ഈ ഒട്ടകത്തിന്റെ കാരുണ്യത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കണേ, ഈ ഒട്ടകത്തിന് വേണ്ട വെള്ളം കൊടുക്കണേ, ഈ ഒട്ടകത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കണേ, ഈ ഒട്ടകത്തെ തളർത്തല്ലേ. ഈ ഒട്ടകം എന്നോട് വല്ലാതെ സങ്കടം പറഞ്ഞു. ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നീ ഉത്തരം പറയേണ്ടി വരും എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കാരുണ്യം പറ്റിയ ഒരു കാലഘട്ടമാണ്. കാരുണ്യം പറ്റിയൊരു കാലഘട്ടമാണ്. സ്വന്തം ഭാര്യയെ, തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കത്തി കുത്തി കയറ്റിക്കൊണ്ട് കൊലപ്പെടുത്തി കായലിലേക്ക് വലിച്ചെറിയുന്ന കിരാതന്മാരുടെ കാലഘട്ടം. പിഞ്ചോമന കുട്ടികളോട് ഒരു തരത്തിലുള്ള കാരുണ്യവും കാണിക്കാതെ ഈ ഭൂമി ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന പിഞ്ചുകുട്ടികളെ ചാക്കിൽ കെട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ ചുറ്റി വേണ്ടാതെ പാതയരികിൽ ഉപേക്ഷിക്കുന്ന പുതിയ പുതിയ ഉമ്മമാരുടെ കാലഘട്ടം. പ്രിയരെ, കാരുണ്യം പറ്റിയ മനുഷ്യരെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറമേക്ക് ചിരിക്കുന്നു, പുറമേക്ക് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നു, എന്നാൽ മനസ്സിന്റെ അകത്ത് വല്ലാത്ത വൈരാഗ്യവും വല്ലാത്ത ദേഷ്യവും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രവാചകർ പറഞ്ഞില്ലേ, ചെന്നായ്ക്കളെ പോലെ ഹൃദയമുള്ള ഒരു ജനസമൂഹം, ആട്ടിൻ തോലണിഞ്ഞ ജനസമൂഹം, അവരുടെ ഹൃദയങ്ങൾ ചെന്നായ്ക്കളെ പോലെയായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് ഏറ്റവും വലിയ മാതൃക സൃഷ്ടിച്ച, ലോകത്തെ ഏറ്റവും വലിയ മാതൃകായോഗ്യനായി വീണ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം നമ്മുടെ മാതൃക. അല്ലാഹുവിന്റെ റസൂൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രിയപ്പെട്ടവരോട്, നമ്മുടെ മാതാപിതാക്കളോട്, ബന്ധുമിത്രാദികളോട്,
നമ്മുടെ കൂട്ടുകാരോട്, പ്രിയപ്പെട്ട കുട്ടികളോട് കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പാഠങ്ങൾ പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ കൂടെ ഒരു യാത്രക്ക് തയ്യാറെടുക്കുകയാണ്. വഴിയരികിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ഉണക്കി ഒരു മരത്തിലിട്ടുകൊണ്ട് വിശ്രമിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കൊടിയ ശത്രു അവിടെ കടന്നു വരികയും ആ മരത്തിൽ ചാരിയിരുന്ന ഒരു വാളെടുത്ത് വീശിക്കൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് എന്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് അപരിചിതമായ ഒരു ശബ്ദം കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അല്ലാഹ്, എന്നെ രക്ഷിക്കാൻ അല്ലാഹു ഉണ്ട്. പ്രവാചകന്റെ ആ ഒരു ഗാംഭീര്യമായ ശബ്ദത്തിൽ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും ആ ഒരു വാള് ഭയന്നുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. ആ വാള് കയ്യിലെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൊടിയ ശത്രുവിന്റെ മുന്നിൽ വാള് ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഇന്ന് എന്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? അയാൾ പറഞ്ഞു, ആരുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ പോയിക്കോളൂ എന്ന വളരെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ സംസാരം, വർത്തമാനം ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അയാൾ വളരെ സ്നേഹത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ നിന്ന് തന്റെ ഗോത്രത്തിന്റെ അടുത്തേക്ക് യാത്രയാവുകയും ഗോത്ര നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ കയ്യിലൂടെ, അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ, അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ ആ ഗോത്ര സമുദായം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ചരിത്രകാരനുണ്ട്, മൈക്കിൾ എച്ച് ഹാഡ്, the 100 റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വാധീന ശക്തരായിട്ടുള്ള 100 പ്രതിഭാധരരെ കുറിച്ച് പരാമർശിക്കുന്ന തന്റെ പുസ്തകത്തിൽ ലോകത്ത് കടന്നുപോയിട്ടുള്ള ഹീറോസിനെ പരിചയപ്പെടുത്തുന്ന, പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1ാമത്തെ സ്ഥാനം നൽകിയിരിക്കുന്നു മൈക്കിൾ എച്ച് ഹാഡ്. അദ്ദേഹം ഒരു ക്രൈസ്തവ മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റിനല്ലേ സ്വാഭാവികമായിട്ടും താങ്കൾ 1ാം സ്ഥാനം നൽകേണ്ടത്. ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പരിത്യാഗിയായി ജീവിച്ച, ഒരു വീടില്ലാതെ ജീവിച്ച, വിവാഹം കഴിക്കാതെ ജീവിച്ച, ഒരു കള്ളത്തടിക്കുമ്പോൾ മറുകവിൽ കാണിച്ചു കൊടുക്കാൻ ലോകത്തെ പഠിപ്പിച്ച ജീസസ് ക്രൈസ്റ്റിനല്ലേ സ്വാഭാവികമായിട്ടും 1ാം സ്ഥാനം നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മൈക്കിൾ എച്ച് ഹാഡ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതികമായ ലോകത്തും പാരത്രികമായ ലോകത്തും എങ്ങനെ ജീവിച്ചു കാണിക്കണമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും പാരത്രികമായ ജീവിതത്തിലും ഐഹികമായ ജീവിതത്തിലും ഏറ്റവും വലിയ വിജയം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ലോകത്തിന് ഏറ്റവും വലിയ മാതൃകാ പുരുഷനായി തീർന്ന മനുഷ്യനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മൈക്കിൾ എച്ച് ഹാഡ് തന്റെ ക്രൈസ്തവ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം മുസ്ലിമീങ്ങളാണ്. മുസ്ലിം എന്ന പേരുകൊണ്ട് മാത്രം നാം മുസ്ലിമായാൽ പോരാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു മാതൃകയുണ്ട്, ഒരു സ്വഭാവവിശേഷമുണ്ട്. ഇന്ന് ലോകത്തിന് ഇല്ലാത്തൊരു സ്വഭാവവിശേഷമുണ്ട്. ആ സ്വഭാവത്തിന്റെ പേരാണ് കാരുണ്യം. പ്രായമുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കണം. പ്രായമുള്ളവരെ കാണുമ്പോൾ അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറണം. ചെറിയ മക്കളെ കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ കാരുണ്യത്തോടുകൂടി സംസാരിക്കണം. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മാതൃക. പ്രിയപ്പെട്ടവരെ, മുസ്ലിം എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും വലിയ ഭീകരന്മാരായി സൃഷ്ടിക്കപ്പെടുമ്പോൾ, ചിത്രീകരിക്കപ്പെടുമ്പോൾ, താടിയുള്ളവൻ, തലപ്പാവ് കെട്ടിയവൻ, വെള്ളവസ്ത്രം ധരിച്ചവൻ അവനൊരു ഭീകരവാദിയാണ് എന്ന് ഈ ലോകം പറയുമ്പോൾ അങ്ങനെയല്ല, അവൻ കാരുണ്യത്തിന്റെ ഒരു വലിയ മെസ്സേജ് ഉള്ളവനാണ് എന്ന് ഈ ലോകം നമ്മോട് പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ
ജൂതന്മാരെ ഒരടിമകളെ പോലെ അടിച്ചമർത്തപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ജീസസ് ക്രൈസ്റ്റിനെ വധിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹത്തെ കുരിശിലേറ്റിയത് ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നത് ജൂതന്മാരായതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ഭരണപ്രദേശങ്ങളിൽ യാതൊരുവിധ പരിഗണനയുമില്ലാതെ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വന്ന ജൂതന്മാർക്ക് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കരുണയുടെയും അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കുകയും അവർക്ക് ജീവിക്കാൻ, അവർക്ക് സന്തോഷത്തോടെ വസിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത ഉസ്മാനിയ ഖിലാഫത്തിലെ അറിയപ്പെട്ട ഉസ്മാനിയ ഭരണാധികാരികളുടെ ചരിത്രങ്ങൾ ലോകത്തിന് ഏറ്റവും വലിയ മാതൃകകൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിന് മാതൃകകളാകട്ടെ മുസ്ലിമീങ്ങൾ, ലോകത്തിന് മാതൃകകളാകട്ടെ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ, കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകകളാകട്ടെ മുസ്ലിമീങ്ങൾ. മുസ്ലിം എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയം കാരുണ്യത്തിന് വേണ്ടി തുടിക്കട്ടെ. മുസ്ലിമിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഉപദേശമുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ സുഹൃത്ത്, അവന്റെ സഹോദരൻ അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകളിൽ നിന്നും പരിപൂർണമായി സുരക്ഷ പ്രാപിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുക. നിന്റെ സഹോദരൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിന്റെ സഹോദരനെ സ്നേഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു പ്രവൃത്തി നീയും ഇഷ്ടപ്പെടുന്നതുവരെ, ആ ഒരു കാര്യം നീയും സ്നേഹിക്കുന്നതുവരെ നീ ഒരു പരിപൂർണ മുസ്ലിം ആവുകയില്ല എന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മുസ്ലിം തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അബ്ദുല്ലാഹിൻ മുബാറക് എന്ന് പറയുന്ന വലിയൊരു മഹാനായിട്ടുള്ള ഒരു താബിഈന്റെ അയൽവാസിയായിരുന്ന ജൂതൻ തന്റെ ഭവനം ഉപേക്ഷിച്ചുകൊണ്ട് അത് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സാധാരണ ഭവനത്തിന്, കൽപ്പിക്കാറുള്ള ഭവനത്തിന് സാധാരണയായി നൽകാറുള്ള പണത്തിലേറെ പണം അദ്ദേഹം ഈടാക്കിയപ്പോൾ അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്റെ അയൽവാസിയായിട്ടുള്ള അബ്ദുല്ലാഹിൻ മുബാറക്കിനുള്ള പരിഗണന കൂടി ഞാൻ ഈ പണത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അബ്ദുല്ലാഹിൻ മുബാറക്ക് തന്റെ അയൽവാസികളോട് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരുന്നു. അബ്ദുല്ലാഹിൻ മുബാറക്ക് തന്റെ മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചാൽ തന്റെ അയൽവാസികൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അബ്ദുല്ലാഹിൻ മുബാറക്ക് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ഭക്ഷണം നൽകിയാൽ തന്റെ അയൽവാസികളും സന്തോഷിച്ചിരുന്നു. കാരണം അവർക്കും ഭക്ഷണം കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം കാരുണ്യത്തിന്റെ മാതൃകകളാകണം. നാം കാരുണ്യത്തിന്റെ അവസാന വാക്കുകളാകണം. പുണ്യപ്രവാചകന്റെ ജീവിതം നമുക്ക് മാതൃകയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് കാരുണ്യം പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നല്ല ചിന്താശേഷി നൽകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ജീവിതത്തിന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലോകത്തുള്ള മനുഷ്യർ, അവർക്ക് ജീവിതത്തിലെ വലിയ താണികളായി ഈ മുസ്ലിം ജനസമുദായം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കതിന് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.